വീണ്ടും വന്നിരിക്കുന്നു. വേറൊന്നുമല്ല കേട്ടോ, ഈ ആൽപ്സിൻ്റെ ബീട്രൂട്ട് പൗഡറാണേ. ഞാൻ സ്ഥിരം സാധനം മേടിക്കാൻ പോകുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൽപ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ എന്ന് പറഞ്ഞിങ്ങനെ പാക്കറ്റ് തൂക്കിയിട്ടേക്ക് നോക്കിയപ്പോൾ 10 രൂപയേ ഉള്ളൂ. ഇൻസ്റ്റൻറ്റ് ഗ്ലോ, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് നോക്കിയേക്കാം എന്ന് കരുതിയിട്ട് മേടിച്ചുകൊണ്ട് വന്നു. 5 ഗ്രാം പൗഡറുണ്ട്. പക്ഷേ അത് ഒരു 2-3 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഇനി അതിൽ മേടിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പിന്നെ പൊട്ടിച്ച് ഇച്ചിരി തൈരും ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തു. ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. വെള്ളം ഉപയോഗിക്കാം എന്നാണ്, അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഡ്രൈ ആയപ്പോൾ കഴുകിക്കളഞ്ഞു. നല്ല ഇപ്പം നമ്മൾ വെളുക്കും എന്നല്ല, പക്ഷേ നമ്മുടെ മുഖത്ത് കരിവാളിപ്പോ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ഇരുളിച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറിക്കിട്ടും. എനിക്കിനെ കണ്ണിൻ്റെ താടി ഇങ്ങനെ കുഴിയായിട്ടുണ്ട്. അത് പിന്നെ ഫോണിലൂടെ നോക്കി കഴിയുമ്പം നല്ല ഡാർക്കായിട്ടിരിക്കും കേട്ടോ. അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഈ വെള്ളരിക്ക വെക്കുന്നതും വെള്ളരിക്ക കട്ട് ചെയ്ത് വെക്കുന്നതും ഉരുളക്കിഴങ്ങിൻ്റെ നീര് പുരട്ടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തേച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വ്യത്യാസമുണ്ട്. കാരണം ആ മങ്ങൽ നമ്മുടെ മുഖത്തുള്ള ആ ഒരു വെയിൽ കൊള്ളുമ്പോഴുള്ള ഒരു കറുപ്പൊക്കെ ഉണ്ടാവില്ല. ഇതിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ആ ലെവലിലേക്കൊന്നും വളർന്നിട്ടില്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. 10 രൂപയുടെ പാക്കറ്റ് കണ്ടപ്പോൾ വാങ്ങി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഒരു പ്രിസർവേറ്റീവുകളായിട്ട് എനിക്ക് തോന്നിയില്ല.